എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചും പിന്നെ ശരീരത്തിലെ രക്തപ്രശ്നങ്ങൾ തടയാനുള്ള ചികിത്സകളെക്കുറിച്ചും മനസ്സിലാക്കാം. സാധാരണയായി എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴെങ്കിലും തലവേദന വരും. എന്നാൽ ചിലർക്ക് ആഴ്ചയിൽ 2-3 തവണ കൂടാതെ മാസത്തിൽ കുറച്ചധികം പ്രാവശ്യം വന്നുകൊണ്ടിരിക്കും. ഈ കാര്യത്തിൽ ചില ആൾക്കാർ ചെറിയ തലവേദനയെന്ന് പറഞ്ഞ് തള്ളിക്കളയും. എന്നാൽ ചെറുതായി ആരംഭിക്കുന്ന ഈ തലവേദനകൾ പിന്നീട് മൈഗ്രെയിൻ തലവേദനയായി മാറി ആപത്തായി മാറുമെന്ന് ആരും ചിന്തിക്കാറില്ല. സത്യത്തിൽ ഈ മൈഗ്രെയിൻ തലവേദന എന്തെന്ന വിഷയം, ഈ വിട്ടുമാറാത്ത തലവേദന പ്രശ്നങ്ങളെ തെലുങ്കില് പക്കവാട്ട് തലവേദന എന്നാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഭൂരിഭാഗവും പലവിധമായ സാഹചര്യങ്ങളിൽ അധിക ശബ്ദം കേൾക്കുന്നത് മൂലവും പിന്നെ തലച്ചോറിനെ സംബന്ധിച്ചുള്ള രോഗം മൂലവും തലച്ചോറിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇത് കാരണമാണ് മൈഗ്രെയിൻ തലവേദന വരുന്നത്. പിന്നെയും ഈ മൈഗ്രെയിൻ തലവേദന മൂലം വിഷമിക്കുന്നവർ നീണ്ടകാല തലവേദന മൂലം ബാധിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഇതിൽ പോലും ക്ലാസിക്കൽ മൈഗ്രെയിൻ, കോമൺ മൈഗ്രെയിൻ, കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ എന്നും 3 വിധത്തിലുള്ള മൈഗ്രെയിൻസ് ഉണ്ട്. ഈ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പായി കണ്ണുകൾക്ക് മങ്ങലേർപ്പെടുന്നത്, അവർക്ക് കാഴ്ചശക്തി കുറയുന്നത്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, ചെവി വേദന, സംസാരിക്കാൻ പറ്റാത്തത്, തല തിരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ബുദ്ധിമുട്ടായിരിക്കും, ശരീരത്തിൽ സൂചി കുത്തുന്ന പോലെ അനുഭവപ്പെടും. ഇതുപോലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുന്നത്, നിരാഹാരം എന്ന പേരിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, കൂടാതെ വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നത്, ശക്തമായ വെളിച്ചം അടുത്തുനിന്ന് നോക്കുന്നത്, തലച്ചോറിൽ ഉണ്ടാകുന്ന ഞരമ്പ് പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ മൈഗ്രെയിൻ തലവേദന വരാൻ കാരണങ്ങൾ പലതാണ്. ഈ കാരണങ്ങൾ കൊണ്ടുവരുന്ന കോമൺ മൈഗ്രെയിൻ പ്രശ്നത്തെ ആഹാര രീതികൾ മാറ്റി ജീവിത രീതിയിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഇതില് പ്രധാനമായി വലിയ ശബ്ദം കേൾക്കുന്നത്, ശക്തമായ പ്രകാശം പരത്തുന്ന വസ്തുക്കൾ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. രാത്രി വൈകി ഉറങ്ങാതെ വളരെ നേരത്തെ തന്നെ ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ മാനസിക പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ഇതുകൂടാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്, മനസ്സ് ശാന്തമായിരിക്കുന്നതിന് യോഗ, ധ്യാനം എന്നൊക്കെ ചെയ്യുന്നത്, ഇതുമൂലം ഈ മൈഗ്രെയിൻ പ്രശ്നത്തെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന വെല്ലം, കൂടാതെ നെയ്യ് മൈഗ്രെയിൻ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടാൻ വളരെ സഹായിക്കും. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് പഴയ വെല്ലത്തിന്റെ കൂടെ കുറച്ച് നെയ്യ് എടുത്തിട്ട് ആദ്യം ഇത് തയ്യാറാക്കണം. ഈ വെല്ലവും നെയ്യും ദിവസവും 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കഴിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയാൻ തുടങ്ങും. അതുകൊണ്ട് ഈ മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്ക് ഈ രീതിയിലുള്ള ചികിത്സാ രീതി വളരെ പ്രധാനമാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജിപ്സം തലവേദന പ്രശ്നത്തിൽ നിന്ന് മുക്തി നൽകും. 5 മുതൽ 10 ഗ്രാം ഗോതമ്പ് മാവ് 100 മില്ലിഗ്രാം പാലിനൊപ്പം രാവിലെയും പിന്നെ രാത്രിയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ പ്രശ്നം കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ആയുർവേദ മുറകൾ ഉപയോഗിച്ച് തലവേദനയിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നാണ്. വീണ്ടും ചില ആയുർവേദ രീതികളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്